ഉണ്ണീസ് വിജയപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. രാമായണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നോത്തരിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. രാമായണം ഏറ്റവും പുരാതനവും പവിത്രവുമായ ഭാരതീയ ഇതിഹാസകൃതിയാണ് രാമായണം. രാമൻ്റെ അയനം അഥവാ ജീവിതയാത്രയാണ് രാമായണം. കേരളീയർ കർക്കിടക മാസത്തെ രാമായണ മാസമായി ആചരിച്ചു വരുന്ന ഈ വേളയിൽ രാമായണത്തെ അടുത്തറിയാൻ ഏറെ സഹായകരമായ, ഏറെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത 250 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ ഒരു പ്രശ്നോത്തരി ആദരപൂർവ്വം ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. നമുക്ക് നേരെ രാമായണ പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. ചോദ്യം 1. ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ വികാരഭരിതവും യഥാതഥവുമായ ചിത്രത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് രാമായണം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം മഹാകവി രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 2. ആദികാവ്യം എന്നറിയപ്പെടുന്ന ഇതിഹാസകൃതി ഏത്? ഉത്തരം രാമായണം. ചോദ്യം 3. രാമായണത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം വാൽമീകി. ചോദ്യം 4. അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ചോദ്യം 5. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ ഏത് വൃത്തത്തിലാണ് അല്ലെങ്കിൽ രീതിയിലാണ് കവിതാരചന നടത്തിയിരിക്കുന്നത്? ഉത്തരം കിളിപ്പാട്ട്. ചോദ്യം 6. കാട്ടാളനായിരുന്ന കാലത്തെ വാൽമീകിയുടെ പേര് എന്താണ്? ഉത്തരം രത്നാകരൻ. ചോദ്യം 7. ആരുടെ ഉപദേശപ്രകാരമാണ് രത്നാകരൻ തപസ്സു ചെയ്ത് ഋഷിയായത്? ഉത്തരം സപ്തർഷിമാരുടെ. ചോദ്യം 8. കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ഭരദ്വാജൻ എന്നിവരുൾപ്പെടുന്ന സപ്തർഷിമാരിൽപ്പെട്ട 7ാമത്തെ ആൾ ആരാണ്? ഉത്തരം ജമദഗ്നി മഹർഷി. ചോദ്യം 9. എവിടെ ഇരുന്ന് തപസ് ചെയ്തതിനാലാണ് വാൽമീകിക്ക് ആ പേര് ലഭിച്ചത്? ഉത്തരം വൽമീകത്തിൽ, അതായത് ചിതൽപുറ്റിൽ. ചോദ്യം 10. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മൂലം കേരള വാൽമീകി എന്ന അപരനാമം ലഭിച്ച ആധുനിക മഹാകവിത്രയത്തിൽപ്പെട്ട കവി ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ചോദ്യം 11. രാമായണം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ഏതു കവിയാണ്? ഉത്തരം കമ്പർ. ചോദ്യം 12. കമ്പർ തമിഴിലേക്ക് വിവർത്തനം ചെയ്ത രാമായണത്തിൻ്റെ പേര് എന്ത്? ഉത്തരം കമ്പരാമായണം. ചോദ്യം 13. ഹിന്ദിയിലെ, അതായത് ഹിന്ദിയുടെ ഒരു വകഭേദമായ അവധ് ഭാഷയിൽ വിഖ്യാതമായ രാമായണ കൃതി ഏത്? ഉത്തരം ശ്രീ രാമചരിതമാനസ്. ചോദ്യം 14. ശ്രീരാമചരിതമാനസ് എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം തുളസീദാസ്. ചോദ്യം 15. അധ്യാത്മരാമായണം ആര് തമ്മിലുള്ള സംവാദത്തോടെയാണ് ആരംഭിക്കുന്നത്? ഉത്തരം ഉമാമഹേശ്വര സംവാദം. ഉമ പാർവതിയും മഹേശ്വരൻ പരമശിവനും അവർ തമ്മിലുള്ള സംവാദത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ചോദ്യം 16. ഹൈമവതി ആരാണ്? ഉത്തരം ഹിമവാന്റെ മകൾ പാർവതി. ചോദ്യം 17. ആരുടെ അപേക്ഷയനുസരിച്ചാണ് മഹാവിഷ്ണു ശ്രീരാമാവതാരം കൈക്കൊള്ളുന്നത്? ഉത്തരം ഭൂമിദേവിയുടെ. ചോദ്യം 18. ശ്രീരാമൻ അവതരിച്ചിരിക്കുന്നത് ഏത് യുഗത്തിലാണ്? ഉത്തരം ത്രേതായുഗം. ചോദ്യം 19. 4 യുഗങ്ങൾ ഉള്ളതിൽ കൃതയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം എന്നിവ കഴിഞ്ഞുപോയി. ഇപ്പോഴത്തെ യുഗം ഏത്? ഉത്തരം കലിയുഗം. ചോദ്യം 20. അധ്യാത്മരാമായണത്തിൽ എത്ര കാണ്ഡങ്ങളാണ് ഉള്ളത്? ഉത്തരം 6. ചോദ്യം 21. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം എന്നിവയാണ് അധ്യാത്മരാമായണത്തിലെ ആദ്യത്തെ 5 കാണ്ഡങ്ങൾ. 6ാമത്തെ കാണ്ഡം ഏത്? ഉത്തരം യുദ്ധകാന്ഡം. ചോദ്യം 22. ആരെക്കൊണ്ട് രാമകഥ പാടിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ രാമായണം എഴുതിയിരിക്കുന്നത്? ഉത്തരം ശാരിക പൈതൽ അല്ലെങ്കിൽ കിളിയെക്കൊണ്ട്. ചോദ്യം 23. ശ്രീരാമൻ്റെ ജനനം മുതൽ വിവാഹം വരെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന കാണ്ഡം ഏത്? ഉത്തരം ബാലകാന്ഡം. ചോദ്യം 24. ശ്രീരാമൻ്റെ രാജ്യാഭിഷേകാരംഭം മുതൽ വനവാസകാലത്ത് അത്രി മഹർഷിയുടെ ആശ്രമപ്രവേശം വരെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത് ഏത് കാണ്ഡത്തിലാണ്? ഉത്തരം അയോധ്യാകാന്ഡം. ചോദ്യം 25. മഹാരണ്യപ്രവേശം മുതൽ ശബരിയാശ്രമ പ്രവേശം വരെയുള്ള കാര്യങ്ങൾ പറയുന്ന കാണ്ഡം ഏതാണ്? ഉത്തരം അരണ്യകാന്ഡം. ചോദ്യം 26. ഹനുമൽ സമാഗമം മുതൽ
സമുദ്രലംഘന ചിന്ത വരെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന കാണ്ഡം ഏതാണ്? ഉത്തരം കിഷ്കിന്ധാകാന്ഡം. ചോദ്യം 27. ഹനുമാന്റെ സമുദ്രലംഘനം മുതൽ പ്രത്യാഗമനം വരെയുള്ള സംഭവങ്ങൾ വിവരിക്കുന്ന കാണ്ഡം ഏത്? ഉത്തരം സുന്ദരകാന്ഡം. ചോദ്യം 28. ശ്രീരാമാദി നിശ്ചയം മുതൽ ശ്രീരാമൻ്റെ രാജ്യഭാര ഫലം വരെയുള്ളത് ഏതു കാണ്ഡത്തിലാണ് ഉള്ളത്? ഉത്തരം യുദ്ധകാന്ഡം. ചോദ്യം 29. കാണ്ഡത്തിൻ്റെ പേരിൽ നിന്നും ഉള്ളടക്കം ഊഹിക്കാൻ കഴിയാത്ത രാമായണത്തിലെ കാണ്ഡം ഏത്? ഉത്തരം സുന്ദരകാന്ഡം. ചോദ്യം 30. അധ്യാത്മരാമായണത്തിലെ ശബ്ദാർത്ഥ ഗുണസമ്പുഷ്ടി കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാണ്ഡം ഏത്? ഉത്തരം സുന്ദരകാന്ഡം. ചോദ്യം 31. രാമായണത്തിൻ്റെ രചനയിൽ സ്വീകരിച്ച വൃത്തങ്ങൾ കാകളിയും കേകയും ആണ്. എന്നാൽ സുന്ദരകാന്ഡത്തിലെ വൃത്തം മറ്റൊന്നാണ്. ഏതാണത്? ഉത്തരം കളകാഞ്ചി. ചോദ്യം 32. വാൽമീകിക്ക് രാമായണം ഉപദേശിച്ചത് ആരായിരുന്നു? ഉത്തരം നാരദ മഹർഷി. ചോദ്യം 33. വാൽമീകി ഏതു നദിയിൽ സ്നാനത്തിന് പോയപ്പോഴായിരുന്നു കാട്ടാളൻ ക്രൗഞ്ചപക്ഷിയെ വധിച്ചത് കാണാൻ ഇടയായത്? ഉത്തരം തമസാ നദി. ചോദ്യം 34. വാൽമീകി ആദ്യമായി രചിച്ച ശ്ലോകം ഏത്? ഉത്തരം മാനിഷാദ. മാനിഷാദ പ്രതിഷ്ഠാ ത്വമഗമ ശാശ്വതീ സമാ യത് ക്രൗഞ്ചമിഥുനാ ദേഹമവധി കാമമോഹിതം. ചോദ്യം 35. വാൽമീകി രാമായണത്തിലെ ഏറ്റവും അർത്ഥവത്തായ ശ്ലോകം ഏതാണ് എന്ന വിക്രമാദിത്യ രാജാവിൻ്റെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായ വരരുചി നൽകിയ ഉത്തരം ഏത്? ഉത്തരം രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാമടവീം വിധി ഗച്ഛതാത യഥാസുഖം. ചോദ്യം 36. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരംഭിക്കുന്നത് ഏത് പദങ്ങളോടെയാണ്? ഉത്തരം ശ്രീരാമ രാമ എന്ന പദങ്ങളോടെയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ശ്രീരാമൻ്റെ ജനനം മുതൽ വിവാഹം വരെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന ബാലകാണ്ഡത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ബാലകാണ്ഡത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. 1. ശ്രീരാമൻ്റെ രാജവംശം ഏതാണ്? ഉത്തരം സൂര്യവംശം. ചോദ്യം 2. സൂര്യവംശ സ്ഥാപകനായ രാജാവ് ആര്? ഉത്തരം രഘു. രഘു സ്ഥാപിച്ചതിനാൽ രഘുവംശം എന്നും പറയുന്നു. ചോദ്യം 3. ശ്രീരാമനെ രാഘവൻ എന്ന് വിളിക്കാൻ കാരണമെന്ത്? ഉത്തരം രഘുവിൻ്റെ വംശത്തിൽ ജനിച്ചതിനാൽ. ചോദ്യം 4. സൂര്യവംശത്തിലെ എത്രാമത്തെ രാജാവാണ് രാമൻ? ഉത്തരം 52ാമത്തെ. ചോദ്യം 5. ഏത് രാജ്യത്തെ രാജാവാണ് ദശരഥൻ? ഉത്തരം കോസല രാജ്യം. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ നഗരി. ചോദ്യം 6. ദശരഥൻ്റെ മാതാപിതാക്കളുടെ പേര്? ഉത്തരം അജൻ മഹാരാജാവ്, മാതാവ് ഇന്ദുമതി. ചോദ്യം 7. ദശരഥൻ്റെ പത്നിമാർ ആരെല്ലാം? ഉത്തരം കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യമാരാണ് ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നത്. ചോദ്യം 8. മക്കളുണ്ടാവാൻ ദശരഥൻ നടത്തിയ യാഗം ഏത്? ഉത്തരം പുത്രകാമേഷ്ടി യാഗം. ചോദ്യം 9. എവിടെ വെച്ചാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്? ഉത്തരം സരയൂ നദീതീരത്ത്. ചോദ്യം 10. ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ആരാണ്? ഉത്തരം ഋഷ്യശൃംഗൻ. ചോദ്യം 11. പുത്രകാമേഷ്ടി യാഗത്തിൽ ആരാണ് പായസം ദശരഥന് സമ്മാനിച്ചത്? ഉത്തരം അഗ്നിദേവൻ. ചോദ്യം 12. പുത്രകാമേഷ്ടി യജ്ഞഭാഗമായ പായസം വിതരണം ചെയ്തതിൽ മറ്റ് 2 പേരിൽ നിന്നും പങ്ക് കിട്ടിയ ദശരഥപത്നി ആര്? ഉത്തരം സുമിത്ര. ചോദ്യം 13. ദശരഥൻ്റെ മക്കളാരെല്ലാം? ഉത്തരം രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വലതുഭാഗത്ത് കാണുന്ന ബെൽ അടയാളം കൂടി അമർത്തുക. ഒപ്പം ഓൾ എന്നുകൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ലൈക്ക് രേഖപ്പെടുത്തുക.
ഒപ്പം ചാനൽ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യുക. എല്ലാറ്റിനും പുറമെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്ക് വീഡിയോ തുടരാം. കൗസല്യയിൽ രാമൻ എന്നു പേരുള്ള മകനും കൈകേയിൽ ഭരതൻ എന്നു പേരായ മകനും സുമിത്രയിൽ ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ 2 മക്കളും ഉണ്ടായി. അങ്ങനെ ആകെ 4 മക്കളാണ് ദശരഥ മഹാരാജാവിന് ഉണ്ടായത്. ചോദ്യം 14. മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ് ശ്രീരാമൻ? ഉത്തരം 7. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ 10 അവതാരങ്ങളാണ് മഹാവിഷ്ണുവിന് ഉള്ളതായി കണക്കാക്കുന്നത്. അതിൽ 10ാമത്തെ അവതാരമായ കൽക്കി അവതരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ചോദ്യം 15. സൗമിത്രി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം ലക്ഷ്മണൻ. ചോദ്യം 16. രാമൻ്റെ ഗുരു ആര്? ഉത്തരം വസിഷ്ഠ മഹർഷി. ചോദ്യം 17. ഏത് മഹർഷിയുടെ യാഗം രാക്ഷസന്മാർ മുടക്കുന്നത് തടയാനാണ് രാമനും ലക്ഷ്മണനും പോയത്? ഉത്തരം വിശ്വാമിത്ര മഹർഷിയുടെ. ചോദ്യം 18. യാത്രയിൽ വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമേത്? ഉത്തരം ബല അതിബല. ചോദ്യം 19. രാമൻ ആദ്യമായി വധിച്ച രാക്ഷസകുലത്തിലെ ആളാര്? ഉത്തരം താടക. ചോദ്യം 20. ശിലയായി മാറിയ ഗൗതമ മഹർഷിയുടെ പത്നിക്ക് രാമൻ തൻ്റെ പാദസ്പർശത്താൽ ശാപമോക്ഷം നൽകി. അവരുടെ പേരെന്താണ്? ഉത്തരം അഹല്യ. ചോദ്യം 21. വിശ്വാമിത്രൻ്റെ യാഗം മുടക്കാനെത്തിയ മാരീചൻ, സുബാഹു എന്നിവരിൽ ആരെയാണ് രാമൻ വധിച്ചത്? ഉത്തരം സുബാഹുവിനെ. ചോദ്യം 22. ശ്രീരാമനെ അഭയം പ്രാപിച്ച ആദ്യത്തെ രാക്ഷസൻ ആര്? ഉത്തരം മാരീചൻ. ചോദ്യം 23. മിഥിലയിലെ രാജാവ് ആരാണ്? ഉത്തരം ജനകൻ. ചോദ്യം 24. സീതയെ വേൾക്കുന്നതിന് മുമ്പുള്ള ചാപ പരീക്ഷയിൽ ആരുടെ ചാപമാണ് അല്ലെങ്കിൽ വില്ലാണ് രാമൻ കയ്യിലെടുത്ത് കുലച്ചൊടിച്ചത്? ഉത്തരം ത്രയംബകം എന്നു പേരായ ശൈവചാപമാണ്. ചോദ്യം 25. ജനക മഹാരാജാവിന് ഉഴവുചാലിൽ നിന്നും ലഭിച്ച കുഞ്ഞാണ് സീത. എന്താണ് സീത എന്ന വാക്കിനർത്ഥം? ഉത്തരം ഉഴവുചാൽ. ചോദ്യം 26. മൈഥിലി, ജാനകി, വൈദേഹി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം സീത. ചോദ്യം 29. വിവാഹശേഷം അയോധ്യയിലേക്ക് മടങ്ങവേ വസിഷ്ഠരെയും രാമാദികളെയും വഴിയിൽ തടഞ്ഞത് ആര്? ഉത്തരം പരശുരാമൻ അഥവാ ഭാർഗവരാമൻ. ചോദ്യം 30. പരശുരാമൻ്റെ പിതാവാര്? ഉത്തരം ജമദഗ്നി മഹർഷി. ഭൃഗു മഹർഷി എന്നും അദ്ദേഹത്തെ വിളിക്കുന്നു. ചോദ്യം 31. പരശുരാമൻ്റെ കയ്യിലെ ചാപം ഏത്? ഉത്തരം വൈഷ്ണവ ചാപം. ചോദ്യം 32. പരശുരാമൻ ആരുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്? ഉത്തരം പരമശിവൻ്റെ. ചോദ്യം 33. പരശുരാമൻ്റെ പ്രധാന ആയുധം എന്താണ്? ഉത്തരം പരശു അഥവാ വെൺമഴു. ചോദ്യം 34. പരശുരാമനാൽ വധിക്കപ്പെട്ട പ്രസിദ്ധനായ രാജാവ് ആരാണ്? ഉത്തരം കാർത്തവീര്യാർജുനൻ. ചോദ്യം 35. പരശുരാമനാൽ 21 വട്ടം കൊന്നൊടുക്കപ്പെട്ടത് ഏത് വംശത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു? ഉത്തരം ക്ഷത്രിയ വംശം. ഇനി നമുക്ക് ശ്രീരാമൻ്റെ രാജ്യാഭിഷേക ആരംഭം മുതൽ വനവാസകാലത്ത് അത്രി മഹർഷിയുടെ ആശ്രമപ്രവേശം വരെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത് അയോധ്യാകാണ്ഡത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. രാമൻ തൻ്റെ അവതാര ഉദ്ദേശ്യം മറന്നുപോയെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനായി ആരാണ് രാമനെ സന്ദർശിച്ചത്? ഉത്തരം നാരദ മഹർഷി. ചോദ്യം 2. രാമൻ്റെ രാജ്യാഭിഷേകം പിതാവായ ദശരഥ മഹാരാജാവ് തീർച്ചപ്പെടുത്തിയത് ആരുമായി കൂടിയാലോചിച്ചിട്ടാണ്? ഉത്തരം ഗുരു വസിഷ്ഠ മുനിയോട്. ചോദ്യം 3. തീരുമാനമെടുത്ത് എത്ര ദിവസം കഴിഞ്ഞ് ആണ് ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം നടത്തുന്നത്? ഉത്തരം തൊട്ടടുത്ത ദിവസം. തീരുമാനമെടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ. ചോദ്യം 4. ശ്രീരാമൻ്റെ രാജ്യാഭിഷേകം മുടക്കാൻ ദേവന്മാർ ആരോടാണ് അപേക്ഷിച്ചത്? ഉത്തരം സരസ്വതീ ദേവിയോട്.
ചോദ്യം 5. ശ്രീരാമൻ്റെ അഭിഷേകം തീർച്ചപ്പെടുത്തുമ്പോൾ ഭരതനും ശത്രുഘ്നനും അവരുടെ അമ്മാവനെ കാണാൻ ഏത് രാജ്യത്ത് പോയിരിക്കുകയായിരുന്നു? ഉത്തരം കേകയ രാജ്യത്ത്. ചോദ്യം 6. ഭരതൻ്റെ അമ്മാവൻ്റെ പേരെന്ത്? ഉത്തരം യുധാജിത്ത്. ചോദ്യം 7. ദശരഥൻ്റെ മന്ത്രിമാരിൽ പ്രധാനി ആര്? ഉത്തരം സുമന്ത്രർ. ചോദ്യം 8. കൈകേയിയുടെ കൂടെ കേകയ രാജ്യത്തു നിന്നും വന്ന കൂനിയായ തോഴി ആര്? ഉത്തരം മന്ധര. ചോദ്യം 9. ആരാണ് കൈകേയിയുടെ മനസ്സ് തിരിച്ച് രാമന് എതിരാക്കിയത്? ഉത്തരം മന്ധര. ചോദ്യം 10. രഥത്തിൻ്റെ അച്ചുതണ്ടിൻ്റെ ആണി തെറിച്ചു പോയിടത്ത് കൈകേയി സ്വന്തം കൈവിരൽ, അതായത് ചെറുവിരൽ വെക്കുകയും യുദ്ധം പൂർത്തിയാകുന്നതുവരെ രഥമോടിക്കാൻ ദശരഥ രാജാവിനെ സഹായിക്കുകയും ചെയ്തത് ഏത് അസുരനുമായുള്ള യുദ്ധത്തിലാണ്? ഉത്തരം ശംബരൻ. ചോദ്യം 11. ദേവാസുര യുദ്ധത്തിൽ കടുത്ത വേദന സഹിച്ചും തന്നെ രക്ഷിച്ച കൈകേയിക്ക് ദശരഥ രാജാവ് എത്ര വരമാണ് വാഗ്ദാനം ചെയ്തത്? ഉത്തരം 2 വരം. ചോദ്യം 12. കോപമുണ്ടാകുമ്പോൾ അന്തഃപുരത്തിൽ രാജ്ഞിമാർ കഴിയുന്ന മുറി ഏത്? ഉത്തരം കോപാലയം. ചോദ്യം 13. എന്തൊക്കെ വരങ്ങളാണ് മന്ധരയാൽ പ്രേരിതയായ കൈകേയി ദശരഥ രാജാവിനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം 2 വരങ്ങളാണ് ആവശ്യപ്പെട്ടത്. 1. രാമനെ 14 വർഷത്തേക്ക് വനത്തിലേക്ക് അയക്കണം. 2. ഭരതനെ യുവരാജാവാക്കണം. ചോദ്യം 14. എങ്ങനെയുള്ള മക്കളാണ് ഉത്തമന്മാരാണ്, അതായത് വളരെ നല്ലവരാണ് എന്ന് ശ്രീരാമൻ പറയുന്നത്? ഉത്തരം പിതാവ് പറയാതെ തന്നെ കാര്യം ചെയ്യുന്നവർ. ചോദ്യം 15. എങ്ങനെയുള്ള മക്കളാണ് മധ്യമന്മാരായിട്ടുള്ളവർ എന്നാണ് ശ്രീരാമൻ പറയുന്നത്? ഉത്തരം പിതാവ് പറഞ്ഞാൽ മാത്രം കാര്യം ചെയ്യുന്നവർ. ചോദ്യം 16. എങ്ങനെയുള്ള മക്കളാണ് ഏറ്റവും നികൃഷ്ടരായിട്ടുള്ളവരാണ് എന്ന് ശ്രീരാമൻ പറയുന്നത്? ഉത്തരം പിതാവ് പറഞ്ഞാലും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നവർ, അവരാണ് ഏറ്റവും നികൃഷ്ടരായിട്ടുള്ളവർ. ചോദ്യം 17. കാട്ടിലേക്ക് സീതാരാമന്മാരോടൊപ്പം പോകുന്ന ലക്ഷ്മണനോട് അവരെ എങ്ങനെ കാണാനാണ് അമ്മ സുമിത്ര ഉപദേശം നൽകിയത്? ഉത്തരം രാമന് ദശരഥനായും സീതയെ സുമിത്രയായും കാണാൻ, അതായത് സ്വന്തം മാതാപിതാക്കളെ പോലെ കാണാൻ. അതുപോലെ കാടിനെ അയോധ്യയെ പോലെ കാണാനും ആ അമ്മ മകനെ ഉപദേശിച്ചിട്ടുണ്ട്. ചോദ്യം 18. വനയാത്രയ്ക്ക് ഒരുങ്ങിയ ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും മരവുരി അഥവാ മരവസ്ത്രം നൽകിയത് ആരാണ്? ഉത്തരം കൈകേയി. ചോദ്യം 19. ചീരം എന്നാൽ എന്താണ്? ഉത്തരം മരവുരി. ചോദ്യം 20. തന്നെ അനുഗമിക്കുന്നതിന് അയോധ്യാവാസികളെ എവിടം വരെയാണ് ശ്രീരാമൻ അനുവദിച്ചത്? ഉത്തരം തമസാ നദി വരെ. ചോദ്യം 21. വനവാസത്തിൻ്റെ ആരംഭത്തിൽ ശ്രീരാമനെ സഹായിച്ച കാട്ടുരാജാവ് ആര്? ഉത്തരം ശൃംഗിവേര രാജ്യത്തെ ഗുഹൻ. ചോദ്യം 22. രാമനാമ മഹിമ കൊണ്ടാണ് താൻ അറിവുള്ളവനായി തീർന്നത് എന്ന് ഏത് മഹർഷിയാണ് രാമനോട് പറഞ്ഞത്? ഉത്തരം വാൽമീകി മഹർഷി. ചോദ്യം 23. നിത്യം ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. വാൽമീകിയോട് ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം കുടുംബാംഗങ്ങൾ. താൻ കുടുംബത്തിനു വേണ്ടി കൂടി ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അവർ കൂടി പങ്കിട്ടെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഇത്. സ്വയം ചെയ്യുന്ന പാപങ്ങളുടെ ഫലം സ്വയം അനുഭവിച്ചാൽ മതി എന്നാണ് അവർ മറുപടി നൽകിയത്. ചോദ്യം 24. വാൽമീകിക്ക് സപ്തർഷിമാർ ഏതു മന്ത്രം ഏതു രീതിയിൽ ആയിരുന്നു ഉപദേശിച്ചത്? ഉത്തരം രാമമന്ത്രം. അത് മരാ മരാ എന്നാണ് അവർ ഉപദേശിച്ചത്. കാട്ടാളനായ രത്നാകരന് രാമ എന്ന ശബ്ദം ഉച്ചരിക്കുന്നതിന് പ്രയാസം തോന്നി. അപ്പോൾ അത് മരാമര എന്ന് അവർ തിരിച്ചു ചൊല്ലാനാണ് ഉപദേശിച്ചത്. മരാമര എന്ന് തുടർച്ചയായി ചൊല്ലുമ്പോൾ അത് രാമമന്ത്രത്തിലേക്ക് എത്തിക്കൊള്ളും എന്ന് ജ്ഞാനികളായ മഹർഷിമാർ കരുതി. ചോദ്യം 25. ദശരഥൻ വനത്തിൽ നായാട്ടിന് പോയപ്പോൾ കുടത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ട് ആന അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുന്നതിൻ്റെ ശബ്ദമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അമ്പയച്ചതിൻ്റെ ഫലമായി കൊല്ലപ്പെട്ട മുനികുമാരൻ ആര്? ഉത്തരം ശ്രവണൻ.
ചോദ്യം 26. ശ്രവണകുമാരൻ്റെ അന്ധരായ വൃദ്ധ മാതാപിതാക്കൾ മകൻ്റെ ചിതയിൽ ചാടി ജീവനൊടുക്കും മുമ്പ് ദശരഥനെ ശപിച്ചതെന്ത്? ഉത്തരം: നീയും പുത്രദുഃഖത്താൽ മരിക്കും. ചോദ്യം 27. രാമൻ്റെ രാജ്യാഭിഷേകം മുടങ്ങിയതും രാമനെ വനത്തിനയക്കേണ്ടി വരികയും ചെയ്ത ദുഃഖത്തിലാണ്ട ദശരഥ രാജാവിൻ്റെ മരണവേളയിൽ രാമനും ലക്ഷ്മണനും വനത്തിലായിരുന്നു. ഭരതനും ശത്രുഘ്നനും എവിടെയായിരുന്നു? ഉത്തരം: കേകയ രാജ്യത്ത്. ചോദ്യം 28. അയോധ്യയിൽ തിരിച്ചെത്തിയ ഭരതന് പിതാവിൻ്റെ മരണകാരണം അറിഞ്ഞപ്പോൾ മാതാവായ കൈകേയിയോട് തോന്നിയ വികാരം എന്തായിരുന്നു? ഉത്തരം: ക്രോധം അഥവാ കോപം. ചോദ്യം 29. പിതാവിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ഭരതനും മാതാക്കളും സംഘവും വനത്തിലേക്ക് ചെന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: രാമനെ തിരികെ കൊണ്ടുവന്ന് രാജാവാക്കാൻ. ചോദ്യം 30. ഭരതൻ പിതാവിൻ്റെ ചരമവിവരം അറിയിച്ച ശേഷം ശ്രീരാമൻ പിതാവിന് മരണാനന്തര ക്രിയ ചെയ്ത് സമർപ്പിച്ച പിണ്ഡം എന്തുകൊണ്ടുള്ളതായിരുന്നു? ഉത്തരം: ഇങ്കുതിയുടെ പിണ്ണാക്ക്. എണ്ണ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഓടൽ. അതിൻ്റെ പിണ്ണാക്കാണ് ശ്രീരാമൻ പിതൃപിണ്ഡമായി സമർപ്പിച്ചത്. ചോദ്യം 31. അയോധ്യയിലേക്ക് തിരിച്ചു വരാൻ ഭരതൻ ശ്രീരാമനെ നിർബന്ധിച്ചപ്പോൾ ശ്രീരാമൻ്റെ അവതാര രഹസ്യം ഭരതനെ ധരിപ്പിച്ചത് ആരാണ്? ഉത്തരം: വസിഷ്ഠ മഹർഷി. ചോദ്യം 32. ശ്രീരാമൻ അച്ഛൻ്റെ വാക്ക് ലംഘിക്കാൻ തയ്യാറാകില്ലെന്ന് തീർച്ചയായപ്പോൾ രാജസിംഹാസനത്തിൽ രാമൻ്റെ അടയാളമായി വെക്കാൻ ഭരതൻ എന്താണ് അപേക്ഷിച്ചു വാങ്ങിയത്? ഉത്തരം: പാദുകങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകൾ. ചോദ്യം 33. ശ്രീരാമൻ്റെ ആജ്ഞാനുസരണം അയോധ്യയിലേക്ക് പോയ ഭരതൻ പിന്നീട് താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? ഉത്തരം: നന്ദിഗ്രാം. ചോദ്യം 34. അത്രി മഹർഷിയുടെ പത്നിയുടെ പേര്? ഉത്തരം: അനസൂയ. ചോദ്യം 35. ശ്രീരാമഭരതന്മാർ തമ്മിലുണ്ടായ സംവാദത്തിൽ നിന്നും തുടർന്നുള്ള ഭരതൻ്റെ പ്രവൃത്തികളിൽ നിന്നും ഭരതൻ്റെ ഏത് ഗുണമാണ് പ്രകടമാകുന്നത്? ഉത്തരം: ഭ്രാതൃഭക്തി, സഹോദരനോടുള്ള ആദരവ്. ഇനി നമുക്ക് ശ്രീരാമൻ്റെ മഹാരണ്യ പ്രവേശം മുതൽ ശബരിയാശ്രമ പ്രവേശം വരെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആരണ്യകാണ്ഡത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: വനവാസത്തിനിടെ അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട ശ്രീരാമൻ ആദ്യം വധിച്ച രാക്ഷസൻ ആര്? ഉത്തരം: വിരാധൻ. ചോദ്യം 2. വനത്തിൽ രാമലക്ഷ്മണന്മാർ പർണശാല കെട്ടി താമസിച്ചത് എവിടെയാണ്? ഉത്തരം: പഞ്ചവടി. ചോദ്യം 3. വനവാസകാലത്ത് എവിടെ വെച്ചാണ് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയത്? ഉത്തരം: പഞ്ചവടി. ചോദ്യം 4. പഞ്ചവടിക്ക് ആ പേര് കിട്ടിയത് എങ്ങനെ? ഉത്തരം: 5 വടവൃക്ഷങ്ങൾ അഥവാ പേരാൽ വൃക്ഷങ്ങൾ ഉള്ളതിനാൽ. ചോദ്യം 5. ശൂർപ്പണഖ ആരുടെ സഹോദരിയാണ്? ഉത്തരം: രാവണൻ്റെ. ചോദ്യം 6. ആരാണ് ശൂർപ്പണഖയുടെ ശല്യം സഹിക്കാതെ മൂക്കും മുലയും ഛേദിച്ചു കളഞ്ഞത്? ഉത്തരം: ലക്ഷ്മണൻ. ചോദ്യം 7. ശൂർപ്പണഖ ലക്ഷ്മണനാൽ മൂക്കും മുലയും ഛേദിക്കപ്പെട്ട് അപമാനിതയായി ചെന്നു പരാതി പറഞ്ഞത് ആരോടാണ്? ഉത്തരം: ഖരനോട്. ചോദ്യം 8. രാക്ഷസപ്പടയോടും ഖരനോടുമൊപ്പം മറ്റേതൊക്കെ രാക്ഷസന്മാരാണ് രാമലക്ഷ്മണന്മാരെ എതിർക്കാൻ പുറപ്പെട്ടത്? ഉത്തരം: ദൂഷണൻ, ത്രിശിരാവ്. ചോദ്യം 9. ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്ക് അരിഞ്ഞു വീഴ്ത്തിയത് മഹാരാഷ്ട്രയിലെ ഈ സ്ഥലത്താണ് എന്നതുകൊണ്ടാണ് അവിടം ഇപ്പോഴത്തെ പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ് ഈ സ്ഥലം? ഉത്തരം: നാസിക്. ചോദ്യം 10. രാമൻ്റെ ഉപദേശപ്രകാരം മായാസീതയെ കുടിലിലാക്കി സീത എവിടെയാണ് മറഞ്ഞത്? ഉത്തരം: അഗ്നിയിൽ. ചോദ്യം 11. പൊന്മാനായി സീതയുടെ മുന്നിലേക്ക് വന്നതാര്? ഉത്തരം: മാരീചൻ. ചോദ്യം 12. പൊന്മാനെ പിടിക്കാൻ ശ്രീരാമനോട് ആരാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം: സീതാദേവി. ചോദ്യം 13. മാരീചൻ രാവണൻ്റെ ആരാണ്? ഉത്തരം: അമ്മാവൻ. ചോദ്യം 14. മാരീച നിഗ്രഹത്തിനിടെ ശ്രീരാമൻ്റെ കരച്ചിൽ കേൾക്കാനിടയായത് എങ്ങനെ? ഉത്തരം: മാരീചൻ ശ്രീരാമൻ്റെ ശബ്ദത്തിൽ കരഞ്ഞു. ചോദ്യം 15. രാമനെ തേടി പോകാൻ സീത പറഞ്ഞത് കേട്ട് പുറപ്പെടുമ്പോൾ ലക്ഷ്മണൻ വരച്ച രേഖ? ഉത്തരം: ലക്ഷ്മണരേഖ. ലക്ഷ്മണരേഖയെക്കുറിച്ചുള്ള പരാമർശം വാൽമീകി രാമായണത്തിൽ മാത്രമേ ഉള്ളൂ. അധ്യാത്മ രാമായണത്തിൽ അങ്ങനെയല്ല ഉള്ളത്.
എന്ന വ്യത്യാസമുണ്ട്. ചോദ്യം 16. മാരീചൻ്റെ ചതിയിൽ ഭ്രമിച്ച സീതയുടെ കടുത്ത വാക്കുകൾ കേട്ട് സീതയെ വിട്ട് രാമൻ അടുത്തേക്ക് പോകുമ്പോൾ ലക്ഷ്മണൻ സീതയുടെ രക്ഷയ്ക്ക് ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഉത്തരം വനദേവതമാരെ. ചോദ്യം 17. ലക്ഷ്മണൻ ആശ്രമം വിട്ട് ശ്രീരാമൻ്റെ അടുത്തേക്ക് പോയപ്പോൾ രാവണൻ ആരുടെ രൂപത്തിലാണ് സീതയുടെ അടുത്ത് എത്തിയത്? ഉത്തരം ഭിക്ഷുവിൻ്റെ. ചോദ്യം 18. പുഷ്പക വിമാനത്തിൽ രാവണൻ കൊണ്ടുപോകുമ്പോൾ ആഭരണങ്ങൾ ഉത്തരീയ ഖണ്ഡത്തിൽ ബന്ധിച്ച് സീത ആർക്കാണ് ഇട്ടുകൊടുത്തത്? ഉത്തരം പഞ്ചവാനരർക്ക്. ചോദ്യം 19. ആരൊക്കെയാണ് പഞ്ചവാനരന്മാർ എന്നറിയപ്പെടുന്നത്? ഉത്തരം സുഗ്രീവൻ, ജാംബവാൻ, ഹനുമാൻ, ജ്യോതിർമുഖൻ, വേഗദർശി എന്നീ 5 പേരാണ് പഞ്ചവാനരന്മാർ എന്നറിയപ്പെടുന്നത്. ചോദ്യം 20. ലങ്കയിലേക്കുള്ള മാർഗമധ്യേ ആരാണ് രാവണൻ്റെ പുഷ്പക വിമാനം തടഞ്ഞ് സീതയെ രക്ഷിക്കാൻ ശ്രമിച്ചത്? ഉത്തരം ജടായു. ചോദ്യം 21. രാവണനും ജടായുവുമായുള്ള യുദ്ധത്തിൻ്റെ അവസാനം എന്താണ്? ഉത്തരം ജടായുവിൻ്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തി. ചോദ്യം 22. രാവണൻ ജടായുവിൻ്റെ ചിറകരിഞ്ഞത് കേരളത്തിലെ ഒരു സ്ഥലത്തായിരുന്നുവെന്നും അതിനാലാണ് ഈ സ്ഥലത്തിന് ഇന്നുള്ള പേരു ലഭിച്ചത് എന്നും പറയുന്നു. സ്ഥലമേത്? ഉത്തരം ചടയമംഗലം. ജടായുമംഗലം ആണ് ചടയമംഗലമായി മാറിയത് എന്ന് പറയുന്നു. അവിടെയുള്ള ജടായുപ്പാറയും പ്രസിദ്ധമാണ്. ചോദ്യം 23. രാവണൻ്റെ കയ്യിലെ വിശേഷപ്പെട്ട വാളിൻ്റെ പേര്? ഉത്തരം ചന്ദ്രഹാസം. ചോദ്യം 24. സീതയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയ രാമലക്ഷ്മണന്മാർ ആദ്യമായി കണ്ടുമുട്ടിയത് ആരെയായിരുന്നു? ഉത്തരം ജടായു. ചോദ്യം 25. രാവണനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത് എന്ന വിവരം രാമലക്ഷ്മണാദികൾക്ക് നൽകിയത് ആരാണ്? ഉത്തരം ജടായു. ചോദ്യം 26. സീതാന്വേഷണത്തിനിടെ വനത്തിൽ രാമലക്ഷ്മണന്മാർ ചേർന്ന് വധിച്ച തലയും കാലുകളുമില്ലാത്ത രാക്ഷസൻ്റെ പേര്? ഉത്തരം കബന്ധൻ. ചോദ്യം 27. ദേഹത്ത് 8 വളവുകളുള്ള അഷ്ടാവക്രൻ എന്ന മുനിയെ ശപിച്ചതുകൊണ്ട് വിചിത്രരൂപിയായി തീർന്ന രാക്ഷസൻ ആര്? ഉത്തരം കബന്ധൻ. ചോദ്യം 28. ദേവേന്ദ്രനാൽ ശിരസ് വെട്ടിമാറ്റിയിട്ടും കബന്ധൻ ബ്രഹ്മാവിൻ്റെ വരമുള്ളതിനാൽ മരിച്ചില്ല. അയാളുടെ ശിരസ് എവിടെയാണ് ദേവേന്ദ്രൻ സ്ഥാപിച്ചത്? ഉത്തരം കബന്ധൻ്റെ കുക്ഷിയിൽ. ചോദ്യം 29. ദണ്ഡകാരണ്യം എന്ന് കാടിന് പേര് വരാൻ കാരണം എന്ത്? ഉത്തരം ദണ്ഡകൻ എന്ന രാക്ഷസൻ പാർത്തതിനാൽ. ചോദ്യം 30. ബാലിയുടെ ശത്രുത മൂലം ഋഷ്യമുഖ പർവ്വതത്തിൽ വസിക്കുന്ന സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ സീതയെ വീണ്ടെടുക്കാൻ സഹായമാവും എന്ന് ആരാണ് രാമനോട് പറഞ്ഞത്? ഉത്തരം ശബരി. ചോദ്യം 31. രാമലക്ഷ്മണന്മാർ മതംഗാശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടിയ തപസ്വിനിയായ ശബരി ശ്രീരാമനെ സൽക്കരിക്കാൻ നൽകിയത് എന്തായിരുന്നു? ഉത്തരം ഫലങ്ങൾ. ഇനി നമുക്ക് 4-ാമത്തെ കാണ്ഡമായ കിഷ്കിന്ധാകാണ്ഡത്തിലെ കാര്യങ്ങൾ നോക്കാം. ഹനുമൽ സമാഗമം മുതൽ സമുദ്രലംഘന ചിന്ത വരെയുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത് കിഷ്കിന്ധാകാണ്ഡത്തിലാണ്. ചോദ്യം 1. വനത്തിലെ വാനര സാമ്രാജ്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം കിഷ്കിന്ധ. ചോദ്യം 2. സുഗ്രീവൻ ആരുടെ പുത്രനാണ്? ഉത്തരം സൂര്യദേവൻ്റെ. ചോദ്യം 3. ഹനുമാൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം മാതാവ് അഞ്ജന, പിതാവ് കേസരി. ചോദ്യം 4. ഏത് അസുരനെ കൊല്ലാനാണ് ബാലി ഗുഹയിൽ കയറിയത്? ഉത്തരം മായാവി. ചോദ്യം 5. മായാവിയെ കൊല്ലാൻ ഗുഹയ്ക്കകത്തേക്ക് കയറുമ്പോൾ പുറത്ത് ആരെയാണ് കാവൽ നിർത്തിയത്? ഉത്തരം സുഗ്രീവനെ. ചോദ്യം 6. ഗുഹയ്ക്ക് പുറത്തേക്ക് ചോര വരുന്നത് കണ്ടപ്പോൾ സുഗ്രീവൻ ഗുഹാദ്വാരം അടയ്ക്കാൻ കാരണമെന്ത്? ഉത്തരം ബാലി മരിച്ചെന്നു കരുതി. ചോദ്യം 7. ബാലികേറാമല ഏത് മലയാണ്? ഉത്തരം ഋഷ്യമുഖം. ചോദ്യം 8. ഋഷ്യമുഖ പർവ്വതം ഏതു നദിയുടെ സമീപമാണ്? ഉത്തരം പമ്പാ നദി. ചോദ്യം 9. ഋഷ്യമുഖത്തിൽ ഏത് മഹർഷിയുടെ ആശ്രമമാണ് ഉണ്ടായിരുന്നത്? ഉത്തരം മതംഗ മഹർഷി. ചോദ്യം 10. ഏത് അസുരനെ കൊന്ന് തല വലിച്ചെറിഞ്ഞ് ഋഷ്യമുഖത്തിലെ മതംഗാശ്രമം മലിനമാക്കിയതിനാണ് ബാലി മുനിയുടെ ശാപം ഏറ്റുവാങ്ങിയത്? ഉത്തരം ദുന്ദുഭി. ചോദ്യം 11. ബാലികേറാമല എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം ഒരിക്കലും നടക്കാത്ത കാര്യം, അല്ലെങ്കിൽ ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാത്ത കാര്യം.
ചോദ്യം 12. ശത്രുവുമായുള്ള പോരിൽ ജയിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ബാലിക്ക് ലഭിച്ചിട്ടുള്ള അപൂർവമായ വരം എന്ത്? ഉത്തരം: എതിരാളിയുടെ പകുതി കരുത്തുകൂടി ബാലിക്കു കിട്ടും. ചോദ്യം 13. ബാലി നിത്യവും മൽപ്പിടിക്കാനായി ഏത് വൃക്ഷമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: വട്ടത്തിൽ നിൽക്കുന്ന 7 കരിമ്പനകൾ. ചോദ്യം 14. ബാലിയുടെ പത്നിയുടെ പേരെന്ത്? ഉത്തരം: താര. ചോദ്യം 15. ബാലിയും സുഗ്രീവനും തമ്മിൽ ആദ്യം നടന്ന പോരിൽ ജയിച്ചത് ആരായിരുന്നു? ഉത്തരം: ബാലി. ചോദ്യം 16. മൽപ്പിടുത്തത്തിൽ ബാലിയെയും സുഗ്രീവനെയും തമ്മിൽ തിരിച്ചറിയാൻ എന്തടയാളമാണ് നൽകിയത്? ഉത്തരം: സുഗ്രീവൻ്റെ കഴുത്തിൽ പൂമാല അണിയിച്ചു. ചോദ്യം 17. ബാലി സുഗ്രീവ യുദ്ധത്തിൽ ബാലി മരിക്കാനിടയായത് എങ്ങനെ? ഉത്തരം: ശ്രീരാമൻ്റെ ഒളിയമ്പേറ്റ്. ചോദ്യം 18. ഏത് അസ്ത്രമാണ് ശ്രീരാമൻ ബാലിയെ വധിക്കാനായി എയ്തത്? ഉത്തരം: മഹേന്ദ്രാസ്ത്രം. ചോദ്യം 19. സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായി അഭിഷേകം ചെയ്യിക്കാൻ രാമൻ ചെല്ലാതെ അനുജനെ അയച്ചതിൻ്റെ കാരണം എന്താണ്? ഉത്തരം: വനവാസത്തിനിടയ്ക്ക് പട്ടണത്തിൽ കടക്കില്ല എന്നതുകൊണ്ട്. ചോദ്യം 20. സുഗ്രീവനെ കിഷ്കിന്ധയുടെ രാജാവായി അഭിഷേകം ചെയ്തു. യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ബാലിപുത്രൻ ആര്? ഉത്തരം: അംഗദൻ. ചോദ്യം 21. സുഗ്രീവൻ്റെ പത്നിയായ രുമയെ അപഹരിച്ചതാര്? ഉത്തരം: ബാലി. അങ്ങനെ ഭാര്യമാർ അപഹരിക്കപ്പെട്ട ശ്രീരാമനും സുഗ്രീവനും തമ്മിലുള്ള സഖ്യത്തിൻ്റെ കഥ കൂടിയാണ് രാമായണം. ചോദ്യം 22. സീതാന്വേഷണം നടത്തുന്നതിനായി വർഷക്കാലം കഴിയുന്നതുവരെയുള്ള 4 മാസക്കാലം ശ്രീരാമൻ താമസിച്ചത് എവിടെയായിരുന്നു? ഉത്തരം: പ്രവർഷണഗിരി. ചോദ്യം 23. സീതയെ തിരഞ്ഞ് 4 ദിക്കിലേക്കും സുഗ്രീവൻ വാനരസേനയെ അയച്ചു. ഒരു ദിക്കിലേക്ക് എത്ര പേരെ വീതമാണ് അയച്ചത്? ഉത്തരം: 100,000, അതായത് 1,00,000. ചോദ്യം 24. എത്ര ദിവസത്തിനുള്ളിൽ സീതയെ അന്വേഷിച്ചു കണ്ടെത്തി വിവരം നൽകണമെന്നും അല്ലാത്ത പക്ഷം മരണശിക്ഷ ഏറ്റുവാങ്ങിക്കൊള്ളണമെന്നും ആണ് സുഗ്രീവൻ്റെ കൽപ്പന? ഉത്തരം: 30 ദിവസം. ചോദ്യം 25. സുഗ്രീവാജ്ഞ എന്ന ശൈലിയുടെ അർത്ഥമെന്താണ്? ഉത്തരം: എതിർക്കാൻ പറ്റാത്ത കൽപ്പന, അതായത് അനുസരിച്ചേ പറ്റൂ എന്ന കൽപ്പന. ചോദ്യം 26. ദക്ഷിണ ദിക്കിലേക്ക്, അതായത് തെക്ക് ദിക്കിലേക്ക് തിരിച്ച വാനര സംഘത്തിൻ്റെ തലവൻ ആര്? ഉത്തരം: അംഗദൻ. ചോദ്യം 27. ശ്രീരാമൻ ആരുടെ കയ്യിലാണ് അടയാളമോതിരം നൽകുകയും അടയാളവാക്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്? ഉത്തരം: ഹനുമാൻ്റെ വശം. ചോദ്യം 28. തെക്കോട്ട് പോയ വാനരക്കൂട്ടം കൊടുംകാട്ടിൽ വിശപ്പും ദാഹവും കൊണ്ട് സഹികെട്ടിരിക്കെ ഗുഹയ്ക്കുള്ളിലായി കണ്ട സ്വർണമയമായ ഫലസമൃദ്ധമായ പ്രദേശത്തിൻ്റെ നാഥയായ യോഗിനി ആര്? ഉത്തരം: സ്വയംപ്രഭ. ചോദ്യം 29. സ്വർണമയമായ ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ഫലസമ്പന്നമായ പ്രദേശം ആരുടെയാണ്? ഉത്തരം: വിശ്വകർമാവിൻ്റെ പുത്രിയായ ഹേമയുടെ. ചോദ്യം 30. ഹേമയ്ക്ക് ഭൂമിക്കടിയിൽ ഉള്ള സ്വർണമയമായ ദേശം നൽകി അനുഗ്രഹിച്ചത് ആര്? ഉത്തരം: ശിവൻ നൽകിയത്, അതായത് പരമശിവനാണ് നൽകിയത്. ഹേമയുടെ നൃത്തം കണ്ട് സന്തോഷിച്ചാണ് ഈ ഒരു ഉപഹാരം നൽകിയത്. ചോദ്യം 31. ഹേമ തനിക്കു ലഭിച്ച സ്വർണമയമായ ലോകം സഖിയായ സ്വയംപ്രഭയ്ക്ക് നൽകിക്കൊണ്ട് ഏതു കാലം വരെ കാത്തുരക്ഷിക്കാനാണ് പറഞ്ഞത്? ഉത്തരം: സീതാന്വേഷണത്തിന് വരുന്ന വാനരർക്ക് ഭക്ഷണം നൽകുന്നതുവരെ. വിശാലമായ കടപ്പുറത്ത് നിരന്നു കിടക്കുന്ന വാനരന്മാരെ കണ്ട് ഭക്ഷണം കുശാലായി എന്നാശ്വസിച്ച കഴുകൻ ഏത്? ഉത്തരം: സമ്പാതി. ചോദ്യം 34. സമ്പാതി സമുദ്രതീരത്ത് ഏത് പർവ്വതത്തിലാണ് താമസിക്കുന്നത്? ഉത്തരം: മഹേന്ദ്രപർവ്വതം. ചോദ്യം 35. പക്ഷിശ്രേഷ്ഠനായ സമ്പാദിയുടെ അനുജൻ്റെ പേര്? ഉത്തരം: ജടായു. ചോദ്യം 36. സൂര്യന് നേർക്ക് മത്സരിച്ച് പറന്നുയർന്ന അനുജൻ ജടായുവിനെ രക്ഷിക്കാൻ ശ്രമിച്ച സമ്പാദിക്ക് സംഭവിച്ചതെന്ത്? ഉത്തരം: ചിറകുകൾ കരിഞ്ഞുപോയി. ചോദ്യം 37. ചിറകു കരിഞ്ഞ് സമ്പാദി വീണത് എവിടെയാണ്? ഉത്തരം: വിന്ധ്യാചലത്തിൽ. ചോദ്യം 38. സീതാന്വേഷണത്തിനായി വന്നെത്തുന്ന വാനരർക്ക് വഴികാട്ടുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്താൽ
നിന്റെ കരിഞ്ഞ ചിറകുകൾക്ക് പകരം നല്ല ചിറകുകൾ ലഭിക്കുമെന്ന് ആരാണ് സമ്പാദിയോട് പറഞ്ഞത്? ഉത്തരം നിശാകര മുനി. ചോദ്യം 39. സീതാദേവി ലങ്കയിൽ എവിടെ വസിക്കുന്നുണ്ടെന്നാണ് സമ്പാദി വാനരന്മാരോട് പറഞ്ഞത്? ഉത്തരം അശോകവനികയിൽ. ചോദ്യം 40. ജനിച്ചയുടനെ സൂര്യൻ ഒരു പഴമാണ് എന്നു കരുതി ചാടിയുയർന്നതാര്? ഉത്തരം ഹനുമാൻ. ചോദ്യം 41. സൂര്യബിംബം പഴമാണ് എന്നു കരുതി ഭക്ഷിക്കാനായി ഉയർന്നു ചാടിയ ഹനുമാനെ ദേവേന്ദ്രൻ വെട്ടിവീഴ്ത്തിയത് ഏത് ആയുധം ഉപയോഗിച്ചാണ്? ഉത്തരം വജ്രായുധം. ചോദ്യം 42. വജ്രായുധം നിർമ്മിച്ച ദേവശില്പി സ്ഥാനമലങ്കരിക്കുന്നയാൾ ആര്? ഉത്തരം വിശ്വകർമാവ്. വിശ്വകർമാവാണ് ദേവശില്പി. ചോദ്യം 43. ദേവശില്പി വിശ്വകർമാവ് ആണ്, എന്നാൽ അസുരശില്പി ആരാണ്? ഉത്തരം മയൻ. ചോദ്യം 44. ഹനു എന്ന വാക്കിനർത്ഥം എന്താണ്? ഉത്തരം താടിയെല്ല്. ചോദ്യം 45. ആരാണ് ഹനുമാന്റെ കഴിവുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ലങ്കയിലേക്ക് ചാടാനുള്ള ആത്മവിശ്വാസം നൽകിയത്? ഉത്തരം ജാംബവാൻ. ചോദ്യം 46. ലങ്കയിലേക്ക് എത്ര ദൂരമാണ് സമുദ്രം കടക്കാൻ ഉള്ളത്? ഉത്തരം 100 യോജന. ചോദ്യം 47. ഹനുമാന് ആ പേര് ലഭിക്കാൻ കാരണമെന്ത്? ഉത്തരം വജ്രം ഹനുവിൽ, അതായത് താടിയിൽ ഏറ്റതിനാൽ. ചോദ്യം 48. വജ്രായുധമേറ്റ ഹനുമാന് എന്തു സംഭവിച്ചു? ഉത്തരം മരണം. ചോദ്യം 49. ഹനുമാന് ജീവൻ തിരിച്ചു കിട്ടിയതും മൃത്യുവില്ലായ്മ, അതായത് ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന വരം കിട്ടിയതും ആരുടെ അനുഗ്രഹത്താലാണ്? ഉത്തരം ദേവന്മാർ. ചോദ്യം 50. ലങ്കയിലേക്ക് പുറപ്പെട്ട ഹനുമാൻ സമുദ്രലംഘനത്തിനായി ഏത് പർവ്വതത്തിന് മുകളിൽ കയറിയിട്ടാണ് ചാടിയത്? ഉത്തരം മഹേന്ദ്രപർവ്വതം. ഇനി നമുക്ക് ഹനുമാന്റെ സമുദ്രലംഘനം മുതൽ പ്രത്യാഗമനം വരെയുള്ള സംഭവങ്ങൾ ഉൾപ്പെടുന്ന സുന്ദരകാന്ഡത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. ലങ്കയിലേക്കുള്ള ഹനുമാന്റെ ചാട്ടത്തിനിടയിൽ സമുദ്രമധ്യത്തിൽ വഴി തടഞ്ഞ രാക്ഷസ സർപ്പം ഏത്? ഉത്തരം സുരസ. ചോദ്യം 2. സുരസയോട് ഹനുമാന്റെ ശക്തി പരീക്ഷിക്കാനായി വഴി തടയാൻ ആരാണ് അപേക്ഷിച്ചത്? ഉത്തരം ദേവന്മാർ. ചോദ്യം 3. സഗരപുത്രന്മാർ വളർത്തിയതു കാരണം സമുദ്രത്തിനു ലഭിച്ച പേരെന്ത്? ഉത്തരം സാഗരം. ചോദ്യം 4. ലങ്കയിലേക്കുള്ള യാത്രയിൽ ഹനുമാനെ നിഴലിൽ പിടിച്ചു നിർത്തി കൊന്നു തിന്നാൻ നോക്കിയ രാക്ഷസിയുടെ പേര്? ഉത്തരം സിംഹിക. ചോദ്യം 5. ഛായാഗ്രഹിണിയായ സിംഹികയെ ഹനുമാൻ വധിച്ചത് എങ്ങനെ? ഉത്തരം കാൽ കൊണ്ടു തൊഴിച്ച്. ചോദ്യം 6. ലങ്കയിലേക്കുള്ള വഴിയിൽ ഹനുമാനെ സൽക്കരിക്കാനായി സമുദ്രം പറഞ്ഞയച്ച പർവ്വതം ഏത്? ഉത്തരം മൈനാകം. ചോദ്യം 7. ലങ്കയിലെത്തിയ ഹനുമാനെ ആദ്യം തടുക്കാൻ നോക്കിയത് ആര്? ഉത്തരം ലങ്കാലക്ഷ്മി. ചോദ്യം 8. ഹനുമാൻ ഇടത്തുകാൽ മുന്നിൽ വെച്ചാണ് ലങ്കയിൽ പ്രവേശിച്ചത്, ഏതു സമയത്ത്? ഉത്തരം രാത്രിയിൽ. ചോദ്യം 9. സമുദ്രത്തിൽ ഏത് പർവ്വത മുകളിലാണ് ലങ്ക? ഉത്തരം ത്രികൂടം. ചോദ്യം 10. ഹനുമാൻ ലങ്കയിലിറങ്ങിയപ്പോൾ രാവണനും സീതയ്ക്കും ഇടത്തുഭാഗം തുടിച്ചു, അതിൻ്റെ ഫലം എന്ത്? ഉത്തരം സീതയ്ക്ക് നല്ലതും രാവണന് ദോഷവും. സ്ത്രീകൾക്ക് ഇടതുവശം തുടിക്കുന്നത് നല്ലതും പുരുഷന് ഇടതുവശം തുടിക്കുന്നത് ദോഷവുമാണ്. ചോദ്യം 11. ലങ്കയിൽ രാവണൻ സീതയെ പാർപ്പിച്ചത് എവിടെയാണ്? ഉത്തരം അശോകവനികയിൽ. ചോദ്യം 12. സീതയ്ക്കു കാവലായി രാവണൻ നിർത്തിയ രാക്ഷസികളുടെ നേതാവ് ആര്? ഉത്തരം ത്രിജട. ചോദ്യം 14. രാവണൻ്റെ പത്നി ആര്? ഉത്തരം മണ്ഡോദരി. ചോദ്യം 15. രാമഭക്തനായ രാവണ സോദരൻ ആരാണ്? ഉത്തരം വിഭീഷണൻ. ചോദ്യം 16. രാവണൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം പിതാവ് വിശ്രവസ്, മാതാവ് കൈകസി. ചോദ്യം 17. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ 6 മാസം ഉറക്കവും 1 ദിവസത്തെ ഉണർവും ലഭിച്ച രാവണ സോദരൻ ആര്? ഉത്തരം കുംഭകർണൻ. കുംഭകർണൻ ദേവന്മാരില്ലാതാവണം എന്നാണ് ആഗ്രഹിച്ചത്, അതായത് നിർദേവത്വം, ദേവന്മാരില്ലാതാവണം. അതിനുവേണ്ടി തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ
ആപത്ത് മണത്ത ദേവന്മാർ സഹായം അഭ്യർത്ഥിച്ചതിനാൽ സരസ്വതീ ദേവി, വാഗ്ദേവതയായ സരസ്വതീ ദേവി കുംഭകർണൻ്റെ നാവിൽ കയറി നിദ്രാവത്വം വേണം എന്ന് പറയിപ്പിച്ചു. നിദ്രാവത്വം എന്നാൽ എപ്പോഴും ഉറക്കം വേണം എന്നർത്ഥം. അങ്ങനെ കുംഭകർണന് എപ്പോഴും ഉറങ്ങാനായിരുന്നു വിധി. ഈ ആപത്ത് മനസ്സിലാക്കിയ രാവണൻ വീണ്ടും തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി ഇതിൽ നിന്ന് ഈ ശാപത്തിന് ഒരു ഇളവ് ചോദിച്ചു. അങ്ങനെയാണ് 6 മാസം ഉറങ്ങട്ടെ എന്നും 1 ദിവസം ഉണർന്നിരിക്കട്ടെ എന്നും ഉള്ള രീതിയിൽ വരം മാറിയത്. ചോദ്യം 18. സന്ദർശന സമയത്ത് ഹനുമാൻ വധിച്ച രാവണപുത്രൻ ആര്? ഉത്തരം അക്ഷകുമാരൻ. ചോദ്യം 19. വാനരന്മാർക്ക് ശൗര്യം ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ്? ഉത്തരം വാലിൽ. ചോദ്യം 20. തന്നെ സഭയിൽ വന്ന് ധിക്കരിച്ചു പറയുന്ന ഹനുമാനെ കൊല്ലാൻ നിർദ്ദേശിച്ച രാവണനെ ദൂതന്മാരെ കൊല്ലുന്നത് രാജാക്കന്മാർക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് തടഞ്ഞതാര്? ഉത്തരം വിഭീഷണൻ. ചോദ്യം 21. ഹനുമാന്റെ കൈകാലുകൾ വെട്ടിക്കളയുകയല്ല, വാലിന് തീ കൊളുത്തി വിടുകയാണ് വേണ്ടതെന്ന് രാവണൻ കൽപ്പിക്കാൻ കാരണം എന്ത്? ഉത്തരം വാനരന്മാർക്ക് ശൗര്യം വാലിലായതുകൊണ്ട്. ചോദ്യം 22. ഇന്ദ്രനെ ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്നു പേരു ലഭിച്ച രാവണപുത്രൻ ആര്? ഉത്തരം മേഘനാഥൻ. ചോദ്യം 23. സീതയെ കണ്ടുവെന്ന വിവരം ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞത് ഏത് രീതിയിലാണ്? ഉത്തരം കണ്ടിതു സീതയെ. ചോദ്യം 24. സീത അടയാളവാക്യമായി ശ്രീരാമനോട് പറയുവാൻ ഹനുമാനോട് പറഞ്ഞയച്ചതെന്തായിരുന്നു? ഉത്തരം കാകവൃത്താന്തം. ചോദ്യം 25. ഹനുമാൻ ലങ്കാനഗരം കത്തിച്ചപ്പോൾ തീ കെടുത്താനായി രാവണൻ വീണയിൽ ഒരു രാഗം വായിക്കുകയും അതിൻ്റെ ഫലമായി മഴ പെയ്ത് തീ കെടുകയും ചെയ്തു. ഏതാണ് രാവണൻ വായിച്ച രാഗം? ഉത്തരം അമൃതവർഷിണി. ചോദ്യം 26. ഹനുമാൻ ലങ്കയിലെത്തി മടങ്ങി വരുന്നതിനിടയിൽ തൻ്റെ 2 സിദ്ധികൾ പ്രയോഗിക്കുകയുണ്ടായി. അവ ഏതെല്ലാം? ഉത്തരം അണിമ, മഹിമ. ചോദ്യം 27. ലങ്കാനഗരിയെപ്പറ്റി ശ്രീരാമന് ആദ്യമായി ഒരു സമഗ്ര വിവരണം നൽകിയത് ആരായിരുന്നു? ഉത്തരം ഹനുമാൻ. ചോദ്യം 28. ശ്രീരാമൻ്റെ ദൗത്യവുമായി ലങ്കയിലേക്ക് പോയതിനാൽ ഹനുമാന് ലഭിച്ച പേര് എന്താണ്? ഉത്തരം രാമദൂതൻ. ചോദ്യം 29. ഭൂതിപരിപൂർണമായ ലങ്ക ഹനുമാനാൽ ദഹിപ്പിക്കപ്പെട്ടുവെങ്കിലും ഭൂതിപരിപൂർണമായി വന്നുവത്രേ. രണ്ടാമത് പറഞ്ഞ ഭൂതിപരിപൂർണം എന്നതിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ലങ്ക മുഴുവൻ ഭസ്മമായി എന്ന്. ചോദ്യം 30. ഹനുമാൻ ലങ്ക ദഹിപ്പിക്കുന്ന അവസരത്തിൽ തീ കൊളുത്താതെ രക്ഷിക്കപ്പെട്ട മന്ദിരം ആരുടെയായിരുന്നു? ഉത്തരം വിഭീഷണൻ. ചോദ്യം 31. തൻ്റെ വാലിൽ തീ കൊളുത്തിയിട്ടും ഹനുമാന് ചൂട് അനുഭവപ്പെട്ടില്ല. എന്തായിരുന്നു കാരണം? ഉത്തരം വായുവും അഗ്നിയും തമ്മിലുള്ള സൗഹൃദം, കൂടാതെ സീതാദേവിയുടെ പ്രാർത്ഥന. ചോദ്യം 32. ചെറിയ ശരീരമുള്ള വാനരന്മാർ ഭീമാകായന്മാരായ രാക്ഷസന്മാരുമായി എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന സീത ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ ഹനുമാൻ സീതയ്ക്ക് തൻ്റെ ഏത് രൂപമാണ് കാട്ടിയത്? ഉത്തരം പർവ്വതതുല്യമായ ശരീരം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ വലതുഭാഗത്ത് കാണുന്ന ബെൽ അടയാളം കൂടി അമർത്തുക. ഒപ്പം ഓൾ എന്നുകൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ലൈക്ക് രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യുക. എല്ലാറ്റിനും പുറമെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്ക് വീഡിയോ തുടരാം. ഇനി അധ്യാത്മരാമായണത്തിലെ 6ാമത്തെ കാണ്ഡമായ യുദ്ധകാണ്ഡത്തിലെ ചോദ്യങ്ങളാണ്. ശ്രീരാമാദി നിശ്ചയം മുതൽ ശ്രീരാമൻ്റെ രാജ്യഭാര ഫലം വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽപ്പെടുന്നത്. ആദ്യത്തെ ചോദ്യം 1. സീതയെ രാമന് തിരികെ നൽകണമെന്ന് ഉപദേശിച്ച രാവണ സോദരൻ ആര്? ഉത്തരം വിഭീഷണൻ. ചോദ്യം 2. രാമനുമായി യുദ്ധത്തിന് പോകുന്നതിനെ എതിർത്തതിനെ തുടർന്ന് രാവണൻ്റെ വധഭീഷണി കാരണം രാമനെ അഭയം പ്രാപിച്ച രാവണൻ്റെ സഹോദരൻ ആര്? ഉത്തരം വിഭീഷണൻ. ചോദ്യം 3. വിഭീഷണന് അഭയം നൽകിയ ശേഷം ശ്രീരാമൻ ലക്ഷ്മണനെ കൊണ്ട് എന്തു കാര്യമാണ് ചെയ്യിച്ചത്? ഉത്തരം ലങ്കാധിപനായി അഭിഷേകം ചെയ്തു. ചോദ്യം 4.
രാവണൻ സുഗ്രീവ സന്നിധിയിലേക്ക് ദൂതനായി അയച്ചത് ആരെ? ഉത്തരം ശുകൻ. ചോദ്യം 5. സേതുബന്ധനത്തിൽ രാമനെ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന ജീവി ഏത്? ഉത്തരം അണ്ണാൻ. അണ്ണാൻ്റെ പുറത്തു കാണുന്ന 3 വരകൾ ശ്രീരാമൻ വാത്സല്യപൂർവ്വം തലോടിയതിൻ്റെ ഫലമായി ആ ജീവിക്ക് ലഭിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. സമുദ്രബന്ധനത്തിൽ സഹായിച്ചതിൽ പ്രത്യുപകാരമായി ആണ് രാമൻ്റെ ഈ വാത്സല്യ പ്രകടനം. ചോദ്യം 6. സേതുബന്ധന സമയത്ത് ശ്രീരാമനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന പരമേശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏത്? ഉത്തരം രാമേശ്വരം. ചോദ്യം 7. 5 ദിവസം കൊണ്ട് സേതുബന്ധനം പൂർത്തിയാക്കിയ ശേഷം രാമൻ ആരുടെ ചുമലിൽ കയറിയാണ് ലങ്കയിലേക്ക് പോയത്? ഉത്തരം ഹനുമാൻ്റെ. ചോദ്യം 8. സേതുബന്ധന ശേഷം ലക്ഷ്മണൻ ആരുടെ കണ്ഠത്തിൽ കയറി സമുദ്രം കടന്നു? ഉത്തരം അംഗദൻ്റെ. ചോദ്യം 9. രാവണൻ്റെ മാതാവായ കൈകസിയുടെ പിതാവാര്? ഉത്തരം മാല്യവാൻ. 11. ആരുടെ അമ്പേറ്റാണ് വാനരന്മാരും രാമലക്ഷ്മണന്മാരും വീണത്? ഉത്തരം മേഘനാഥൻ്റെ, അതായത് ഇന്ദ്രജിത്തിൻ്റെ. ചോദ്യം 12. മേഘനാഥൻ്റെ അമ്പേറ്റ് മരിച്ചു വീഴാതെ ബാക്കിയായവർ ആരെല്ലാം? ഉത്തരം ജാംബവാൻ, ഹനുമാൻ, വിഭീഷണൻ. ചോദ്യം 13. ഹിമാലയത്തിലേക്ക് മൃതസഞ്ജീവനി തേടിപ്പോയത് ആര്? ഉത്തരം ഹനുമാൻ. ചോദ്യം 14. മൃതസഞ്ജീവനി തേടിയുള്ള ഹനുമാൻ്റെ യാത്ര മുടക്കാൻ വഴിയിൽ മുനിവേഷം കെട്ടി ആശ്രമം സ്ഥാപിച്ചിരുന്നത് ആര്? ഉത്തരം കാലനേമി എന്ന രാക്ഷസൻ. ചോദ്യം 15. ഹിമാലയത്തിൽ മൃതസഞ്ജീവനി എന്ന ഔഷധ സസ്യം കാണാഞ്ഞ് ഹനുമാൻ എന്താണ് ചെയ്തത്? ഉത്തരം പർവ്വതഭാഗം ഒന്നടങ്കം എടുത്തുകൊണ്ടുവന്നു. ചോദ്യം 16. ഔഷധ സസ്യത്തിൻ്റെ കാറ്റു തട്ടിയ കാരണം വാനരർക്കും രാമലക്ഷ്മണന്മാർക്കും ജീവൻ തിരിച്ചു കിട്ടി, എന്നാൽ രാക്ഷസർക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ല. കാരണം എന്ത്? ഉത്തരം മരിച്ച രാക്ഷസരുടെ ഉടൻ തന്നെ രാവണൻ്റെ കൽപ്പന പ്രകാരം രാക്ഷസന്മാർ സമുദ്രത്തിൽ ഇട്ടതുകൊണ്ട്. ചോദ്യം 17. നികുംഭില എന്താണ്? ഉത്തരം ലങ്ക. ചോദ്യം 18. ആരാണ് മേഘനാഥനെ വധിച്ചത്? ഉത്തരം ലക്ഷ്മണൻ. ചോദ്യം 19. ജ്ഞാനിയാണെങ്കിലും രാവണൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ കുംഭകർണൻ പുറപ്പെട്ടതിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? ഉത്തരം രാമബാണമേറ്റുള്ള മോക്ഷപ്രാപ്തി. ചോദ്യം 20. ദേവഗുരു ബൃഹസ്പതി ആണ്. അതുപോലെ രാവണൻ്റെയും അസുരന്മാരുടെയും കുലഗുരു ആര്? ഉത്തരം ശുക്രമഹർഷി. ചോദ്യം 21. എത്ര ദിവസമാണ് രാമരാവണ യുദ്ധം നീണ്ടുനിന്നത്? ഉത്തരം 7 ദിവസം. ചോദ്യം 22. ശ്രീരാമനും രാവണനും തമ്മിലുള്ള പോര് നടന്നുകൊണ്ടിരിക്കെ ദേവേന്ദ്രൻ ശ്രീരാമന് അയച്ചു കൊടുത്ത രഥത്തിൻ്റെ സാരഥി ആര്? ഉത്തരം മാതലി. ചോദ്യം 23. ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് രാമൻ രാവണനെ വധിച്ചത്? ഉത്തരം ബ്രഹ്മാസ്ത്രം. ചോദ്യം 24. യുദ്ധത്തിൽ മരിക്കുന്നവർക്ക് ലഭിക്കുന്ന സ്വർഗത്തിൻ്റെ പേരെന്ത്? ഉത്തരം വീരസ്വർഗം. ചോദ്യം 25. രാവണവധം കഴിഞ്ഞപ്പോഴേക്കും ശ്രീരാമൻ്റെ വനവാസ കാലാവധിയിൽ എത്ര ദിവസമാണ് ബാക്കിയുണ്ടായിരുന്നത്? ഉത്തരം 1 ദിവസം. ചോദ്യം 26. രാവണന് ശേഷം ലങ്കയിലെ രാജാവായത് ആര്? ഉത്തരം വിഭീഷണൻ. ചോദ്യം 27. 14 വർഷത്തെ വനവാസം തികയുന്ന ദിവസം രാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് ഭരതൻ സത്യം ചെയ്തത്? ഉത്തരം തീയിൽ ചാടി മരിക്കും. ചോദ്യം 28. ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തൻ ആര്? ഉത്തരം ഹനുമാൻ. ചോദ്യം 29. ശ്രീരാമനും സീതയും ലക്ഷ്മണനും മറ്റെല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാൻ ഉപയോഗിച്ച വാഹനം ഏത്? ഉത്തരം പുഷ്പക വിമാനം. ചോദ്യം 30. ഹനുമാൻ തപസ്സിനായി എവിടേക്കാണ് പോയത്? ഉത്തരം ഹിമാലയം. ചോദ്യം 31. എഴുത്തച്ഛൻ്റെ രചനയല്ല എന്നു കരുതുന്ന അധ്യാത്മരാമായണത്തിലെ 7ാമത്തെ കാണ്ഡം ഏത്? ഉത്തരം ഉത്തരരാമായണം. അപ്പോൾ നമുക്ക് ഇതുവരെ ഈ രാമായണം പ്രശ്നോത്തരിയിൽ ആകെ 250 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നൽകിയത്. പ്രാരംഭമായി 36 ചോദ്യോത്തരങ്ങളും ബാലകാണ്ഡത്തിൽ നിന്ന് 35 ചോദ്യോത്തരങ്ങളും അയോധ്യാകാണ്ഡത്തിലൂടെ 35 ചോദ്യോത്തരങ്ങളും ആരണ്യകാണ്ഡത്തിൽ നിന്ന് 31,
കിഷ്കിന്ധാകാന്ഡത്തിൽ നിന്ന് 50, സുന്ദരകാന്ഡത്തിൽ നിന്ന് 32, യുദ്ധകാന്ഡത്തിൽ നിന്ന് 31. അങ്ങനെ ആകെ 250 ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ക്വിസിൽ ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്കേറെ ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.